അത്ര ഇതായിരുന്നില്ല. യാത്രയ്ക്കൊക്കെ ചെയ്തപ്പോൾ സബ്സ്ക്രൈബ് ഒള്ളി എന്ന് വരുന്ന മെസ്സേജ് ഞാൻ വരുമ്പോൾ അതെങ്ങനെ പറയുമോ? അതങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം ഇപ്പോൾ കയറി നിന്ന് സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഫേക്ക് ഐ ഡി എന്നൊക്കെ വന്ന് കമൻ്റ് ഇടത്തില്ലേ, അത് കയറാൻ പറ്റത്തില്ല അങ്ങനെ. ഇത് സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളവർക്ക് മാത്രം സംസാരിക്കാനുള്ള ലൈവാണ് ഇപ്പം. അതിനുള്ള നമുക്ക് സെറ്റിങ്സിൻ്റെ അവിടെ തന്നെ മെസ്സേജിൻ്റെ അവിടെ തന്നെ ഓപ്ഷനുണ്ട്. ഇവിടെ ഉണ്ട്, നമ്മൾ കമ്മ്യൂണിറ്റി മോഡറേഷൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിലാക്കിയിടാം. എന്നിട്ട് ബാക്ക് അടിച്ച് വരണം. സബ്സ്ക്രൈബ് മോഡിലാക്കിയിട്ട് ബാക്ക് അടിച്ച് സൈഡിൽ സെൻട്രലല്ല, ആ മേളിലൊരു ഇൻറ്റു പോലെ ഉണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ട് ഒരു ഇൻറ്റു പോലുണ്ട്. ആ ഇൻറ്റു അടിച്ചിട്ട് ബാക്കിലോട്ട് വരുമ്പോൾ അത് സബ്സ്ക്രൈബ് ഇതിലാവും. നമ്മുടെ സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രം കമൻ്റ് ഇടാൻ പറ്റും. ലൈവ് ഇടുമ്പോഴാണോ? അതെ, ലൈവ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ബാഡ് കമൻറ്റ് വരാതിരിക്കാൻ വേണ്ടി, ചിലതുണ്ട് ഐ ഡി വന്ന് ബാഡ് കമൻറ്റ് ഇടുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ള നമ്മൾ ഓൾ മെസ്സേജ് കൊടുക്കുമല്ലോ, ഓൾ മെസ്സേജ് കൊടുക്കുന്നതിന് തൊട്ട് താഴെ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കമ്മ്യൂണിറ്റി മോഡറേഷൻ ക്ലിക്ക് ചെയ്യുക. തൊടുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റി മോഡറേഷൻ എൻ്റെ താഴെ ഓഫിൻ്റെ താഴെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് സബ്സ്ക്രൈബ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അത് ആ സബ്സ്ക്രൈബ് മോഡിലാക്കിയിട്ട് മേളിലൊരു ഇൻറ്റു ഉണ്ട്, ആ ഇൻറ്റു ക്ലിക്ക് ചെയ്താൽ മതി. വേറെ എവിടെയും പിടിച്ച് ഞെക്കരുത്. അത്രയും ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ ലൈവിൽ. പിന്നെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഐ ഡി ഉണ്ടെങ്കിൽ ചിലപ്പം കയറി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ സംസാരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്ക് അതാണ് നല്ലത്. രാത്രിയിലൊക്കെ ലൈവ് അത് എമർജൻസി ആയിട്ട് ഒന്ന് ഇടണമെങ്കിൽ ഇങ്ങനെയാണ് നല്ലത്.